ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നു. നാളെ ഗംഗാവലിപ്പുഴയിൽ നാവികസേന പരിശോധന നടത്തും. ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സോണാർ പരിശോധന നടത്തും. ഇന്ന് കാർവാറിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി എ.കെ. അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, 2 ദിവസമായി ഗംഗാവലിപ്പുഴയിൽ വെള്ളത്തിന്റെ അടിയൊഴുക്ക് അടക്കം വളരെയധികം കുറഞ്ഞിരുന്നു. ഒപ്പം മഴ പെയ്യുന്നില്ല, വെയിലുണ്ട് എന്ന വിവരങ്ങൾ നമ്മളോട് അവിടുന്ന് അഭിലാഷ് തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. നാവികസേന ഏത് തരത്തിലുള്ള തെരച്ചിലുമായാണ് നാളെ മുന്നോട്ട് പോവുക? അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഗംഗാവലിപ്പുഴയിലും അതോടൊപ്പം തന്നെ ഷിരൂർ മേഖലയിലും ഉള്ളത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഉപമുഖ്യമന്ത്രിയായ ടി.കെ. ശിവകുമാർ പറഞ്ഞത് പുഴയിൽ വലിയ തരത്തിലുള്ള കുത്തൊഴുക്ക് ഇപ്പോഴുമുണ്ട്, അപകടസ്ഥിതി തന്നെയാണ് ഉള്ളത് എന്നുള്ളതായിരുന്നു. കാരണം 2 ദിവസങ്ങൾക്കകം തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകൾക്ക് ഒരു മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ ഉണ്ടാവുകയും ചെയ്ത്. അതോടൊപ്പം തന്നെ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ തെരച്ചിൽ വളരെ പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി നിലനിൽക്കുമ്പോഴായിരുന്നു ടി.കെ. ശിവകുമാറിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം വരികയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ തലത്തിൽ നടക്കം സമ്മർദ്ദം വരികയും ഈ പുഴയിൽ തെരച്ചിൽ നടത്താനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ നാവിക സംഘാംഗങ്ങൾ ഇവിടെ എത്തുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തു. സോണാർ പരിശോധന അടക്കം നടത്തി. അതോടൊപ്പം തന്നെ പുഴയിലെ ഒഴുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു പരിശോധനയും അവരുടെ ഭാഗത്തുണ്ടായി. ഏതായാലും പുഴയിലെ ഒഴുക്ക് കുറയുകയും അതോടൊപ്പം തന്നെ ജലവിധാനം താഴ്ന്നു നിൽക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് നാവികസേനാംഗങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഏതായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ ഇത് സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം കാർവാറിൽ ചേർന്നു. അതായത് ഉത്തര കന്നഡയിലെ SP, അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ നാവികസേനാംഗങ്ങളൊക്കെ ചേർന്നുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. ഈ ഉന്നതതല യോഗത്തിലാണ് നാളെ നാവികസേനയുടെ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ സോണാർ പരിശോധന നടത്താനുള്ള നീക്കമായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും നടക്കുക. ഇതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി ഏത് തരത്തിലുള്ള തെരച്ചിൽ, അതായത് വെള്ളത്തിന്റെ അടിയിലേക്കുള്ള ഒരു തെരച്ചിൽ നടത്താൻ സാധ്യമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നു, അതോടൊപ്പം തന്നെ കുത്തൊഴുക്ക് കുറഞ്ഞ നിലയിൽ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാളെ തന്നെ ഈ തീരുമാനമുണ്ടാവുകയും ഡൈവിംഗ് സംഘം ഈ പുഴയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ആശങ്കകൾ ആശ്വാസകരമാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. നാളെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. അഭിലാഷ്, നേരത്തെ ഈശ്വർ മാൽപേ ആ ഒരു അവസാന ഘട്ടത്തിൽ നടത്തിയ തിരച്ചിലിൽ ഒരു സ്ഥലം അടയാളപ്പെടുത്തി വെക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ അടയാളപ്പെടുത്തിയ ഭാഗമൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ നാളെ നാവികസേനയുടെ തിരച്ചിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് അറിയാമോ? രോഷിനി, ഇന്ന് ഈ മൺതിട്ടകൾ കേന്ദ്രീകരിച്ച് തന്നെ ഉള്ള ഒരു പരിശോധനയായിരുന്നു നടന്നത്. ഇന്ന് ഇപ്പോൾ 3 സ്ഥലത്ത് അത് സ്പോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് നിന്ന് കുറഞ്ഞ മാറ്റം മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും നാളെ വിശദമായ ഒരു പരിശോധന കൂടി നടക്കും. കാരണം ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുത്തൊഴുക്കിൽ വാഹനം ഒഴുകി പോകാനൊക്കെയുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ ഇവിടെ മുങ്ങിയുള്ള ഒരു പരിശോധന സാധ്യമാകൂ എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ മൺതിട്ടകളിലുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും. നേരത്തെ 3 മൺകൂനകളായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 10-ലധികം മൺകൂനകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ജലനിരപ്പ് താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ പരിശോധന വളരെ എളുപ്പത്തിൽ തന്നെ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവിടെ മുങ്ങി പരിശോധിക്കാനും സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഒഴുക്കുള്ളത് എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. നാളെ ഒരു നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. കാരണം ആ നിർണായകമായ ദിവസത്തിൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ഏതായാലും നാളെ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.